ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സെവന ചേച്ചനാണെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3:45 ആയിട്ടേ ഉള്ളൂ. 4:30 ആകുമ്പോഴേക്കും നമ്മുടെ ക്യാബ് വരും. അപ്പോൾ നമ്മൾ നാട്ടിൽ അയക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഇന്നലെ നൈറ്റ് വണ്ടി വന്നു, അതിനകത്ത് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് വാട്ടോ. അങ്ങനെ നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സെവന ചാച്ചൻ്റെ ഹെൽമെറ്റ് ആണ്. പിന്നെ 2 ബാഗുണ്ട്. ഇത് രണ്ടും എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അച്ചച്ചൻ്റെ ബാഗ്. നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. നമ്മൾ വണ്ടിയിലാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടാ. എടുക്കാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇപ്പോൾ വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് പോവാണ്. കുറേ ട്രെയിനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പോണേ കേട്ടോ. അവിടെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അങ്ങനെ നമ്മൾ 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തി കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ട്രെയിൻ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഇനി കയറിയാൽ മാത്രം മതി. AC കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അച്ഛൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരാണ് നമ്മുടെ ബാഗൊക്കെ പിടിച്ച് ഹെൽപ്പൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മൾ ട്രെയിനകത്ത് കയറി കേട്ടോ. 46ലും 43 നമുക്ക് സീറ്റ് ഉണ്ട്. എങ്കിലും കിടക്കാൻ നേരം നമുക്ക് മുകളിൽ കിടക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. ട്രെയിൻ എടുക്കാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. ആ ടൈം വെച്ചിട്ട് സെബിൻ ചാച്ചൻ്റെ 2 ഫ്രണ്ട്സ് ഇതേപോലെ ചെയ്ത ഒരു കലാപരിപാടികളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. എന്തായാലും പോവുകയാണ്, ബാംഗ്ലൂർ വിട്ട് പോവുകയാണ്. അവർ 2 പേരും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മാലയൊക്കെ ഇട്ട്, എനിക്ക് മാലയൊക്കെ ഇട്ട് തന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം സെബിൻ ചാച്ചന് മാലയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു, കേക്കൊക്കെ കട്ട് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്ത് സന്തോഷത്തോടെ ഉള്ള ഒരു യാത്രയപ്പായിരുന്നു അച്ഛന് കൊടുത്തത്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആയി. രാത്രി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇത് മോർണിംഗ് ആണ്, ആ ഒരു ടൈമിലാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ട്രെയിനിൽ ബ്രെഡ് ഓംലെറ്റ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് ചൂടോടെ മേടിച്ച് കഴിച്ചു. ശാസ്താംകോട്ട എത്തി കേട്ടോ. പക്ഷേ സ്റ്റേഷൻ കാണുന്നില്ല, ഫുള്ള് കാട് കയറി കിടക്കുന്നു. കുറച്ച് ഫ്രണ്ടിലോട്ടായിരിക്കും. നമ്മൾ റൂട്ട് മാപ്പ് നോക്കി, അപ്പോൾ ശാസ്താംകോട്ടയിൽ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ സ്റ്റേഷൻ കാണുന്നില്ല. കുറച്ച് തെങ്ങൻ തോപ്പും നെൽപ്പാടവും പിന്നെ കുറെ പുല്ലും ഒക്കെ ഉള്ളു കാണാൻ പറ്റുന്നേ. ഒരു 3 ചേട്ടന്മാരെന്നോട് പണിയെടുക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ശാസ്താംകോട്ടയിലെത്തി. ഞാൻ ഇറങ്ങിയാല കൊച്ചിനെ തന്നിട്ട് പൊക്കോളാൻ. ശാസ്താംകോട്ടിലാണ് എൻ്റെ വീട്. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് കൊച്ചിനെ തന്നിട്ട് പൊക്കോളാൻ. കൊല്ലത്തെത്തിയാട്ടാ. ഞങ്ങളെ വിളിക്കാനായിട്ട് പപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുവിനെ പപ്പ അങ്ങ് എടുത്തു. അങ്ങനെ അവൾക്ക് ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുത്ത് അവളതേ കഴിപ്പിച്ച് അപ്പ ഇങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങൾ 2 പടനായ്ക്കളെ പോലെ ബാഗും പിടിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ടാക്സിയൊക്കെ വിളിച്ചിട്ടാണ് അപ്പോൾ വന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അല്ല, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ വീട് കണ്ടോ. അമ്മ അവിടെ ഒരു ചൂലും പിടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു, കാണിച്ചു തരാം നിങ്ങളെ. അങ്ങനെ നമ്മുടെ വന്ന വണ്ടി പോയി, സാധനങ്ങളെല്ലാം ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിലോട്ട് കയറി. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. സോ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കാ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക, നോട്ടിഫിക്കേഷൻ വരുന്ന വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.